അതായത് നമ്മുടെ മന്ത്രി പറഞ്ഞതാണ് നേരത്തെ വീട്ടിൽ കയറി ചെന്നതുകൊണ്ട് കളി പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്ന്. എന്താ അല്ലേ നമ്മുടെ ഗണേശ മന്ത്രി പറഞ്ഞതാണ്. നിലവിൽ കമ്മ്യൂണിസ്റ്റ് അച്ചുമാമ മരിച്ചോടിയിട്ട് കമ്മ്യൂണിസ്റ്റ് ഇല്ല. എന്ന് വെച്ചാൽ എനിക്ക് കമ്മ്യൂണിസത്തിൽ നിന്ന് കിട്ടിയത് തന്നെ SFIയിൽ ഉണ്ടായിരുന്ന ഞാൻ പക്കാ കമ്മ്യൂണിസ്റ്റുകാരനെന്ന് ഇപ്പോൾ പറയാൻ എനിക്ക് ഒരു ഇതുമില്ല. ഞാനൊരു പാർട്ടിയിലും ഇല്ല. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചാലും ശരി തന്നെ ആ പെണ്ണാണ് തെറ്റുകാരി എന്ന് പറയും. ഇവർ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇവൻ ഭയങ്കര മറ്റേ പെണ്ണുകൂടിയെന്ന് പറയും. ഇവർ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണ് മോശക്കാരിയാവും. നമ്മുടെ തിരുവനന്തപുരം മേയർ കാരണം ജോലി നഷ്ടപ്പെട്ട, ജോലി മാത്രമല്ല ജോലിയും ആത്മാഭിമാനവും നഷ്ടപ്പെട്ട യദുചേട്ടനാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. യദുചേട്ടാ, എങ്ങനെ പോകുന്നു പുതിയ ജീവിതം? പുതിയ ജീവിതം കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പോൾ 2-3 ദിവസമായതേ ഉള്ളൂ. ഈ പുതിയ വണ്ടി, പുതിയ പെർമിറ്റുമാണ്. അപ്പോൾ പുതിയ വണ്ടി ആദ്യമേ എടുത്ത് എൻ്റെ തന്നതിൻ്റെ 3-ാമത്തെ ദിവസം വണ്ടി 500 രൂപ പെറ്റി കിട്ടി. 500 രൂപ പെറ്റി? ആ. അപ്പോൾ മലയാളി കാരണം ഇനി അടുത്ത നമുക്ക് നോക്കട്ടെ, നിന്നെ ടാർജറ്റ് ചെയ്യണോ ഇല്ലേ എന്ന് നോക്കാം, നോക്കട്ടെ എന്ന് പറഞ്ഞു. 500 രൂപ ഞാൻ അടച്ചോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ കാലത്ത് പുതിയ വണ്ടി കിട്ടി എന്നറിഞ്ഞതുകൊണ്ടായിരിക്കും നമ്മുടെ മന്ത്രി പുതിയ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ചേട്ടൻ 6 മണിക്കൂർ ഫോണിൽ സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് ചേട്ടന് ജോലിയിൽ വീണ്ടും എടുക്കാത്തത്. അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? മന്ത്രി പ്രസ്താവന ഇറക്കിയെന്ന് വെച്ചാൽ, മന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ 6 മണിക്കൂർ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വഴി സംസാരിച്ചെന്നാണ്. അപ്പം മെമ്മറി കാർഡ് മന്ത്രിയിലേ ഇരിക്കുന്നത്. എന്നുവെച്ചാൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വഴി സംസാരിച്ചെന്നാണ്. ഓക്കെ, അതും 6 മണിക്കൂറെന്ന് തന്നെ അത് ഓക്കെ അല്ല എനിക്ക്. എന്നുവെച്ചാൽ 1-2 മണിക്കൂറാണെങ്കിൽ നമുക്ക് പറയാം. 1 മണിക്കൂറൊക്കെ എത്ര സെക്കൻഡ്, 1.25 മണിക്കൂർ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് പ്രേമവിവാഹമായിരുന്നു. അപ്പം സംസാരിക്കുന്നു, രാത്രിയൊക്കെ സംസാരിക്കുമ്പോൾ 1 മണിക്കൂർ 15 സെക്കൻഡ് ആകുമ്പോൾ കോള് തന്നെ കട്ടാവും. അതാണ് എനിക്കറിയാമെന്നുള്ള എൻ്റെ പ്രേമിച്ചത്. അല്ല, ഞാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നോണ്ടല്ല, എനിക്ക് പ്രേമവിവാഹം ആയതുകൊണ്ട് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. കട്ടാവും. ഈ 6 മണിക്കൂറൊക്കെ എന്ത് കണക്കിനാണ് ഈ തള്ളലെന്നുള്ള ഉദ്ദേശം നമുക്ക് മനസ്സിലാവും. അടുത്ത MLA ഇലക്ഷന് വേണ്ടിയിട്ട് സച്ചിൻ ദേവനെ നിർത്താൻ വേണ്ടിയിട്ട് അവരെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. എനിക്കുള്ള സപ്പോർട്ട് ഇല്ലാതാക്കുക, ജനങ്ങളുടെ സപ്പോർട്ടുള്ളതുകൊണ്ട് അതില്ലാതാക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആ വീഡിയോയുടെ താഴെ കമൻറ്റിൽ നോക്കിയാലും പൂരത്തെറിയാണ്. ഞാൻ കണ്ടിരുന്നു. അതായത് മന്ത്രിയുടെ വെറും തെറ്റായ പ്രസ്താവനയാണ് അത് ചേട്ടനെ കുറിച്ച് ഭയങ്കര മോശമായിട്ട് പറഞ്ഞത്. കണ്ടിന്യൂസ് ആയിട്ട് എന്നൊരു വാക്ക് പറഞ്ഞ് നിരന്തരം ഇങ്ങനെ 6 മണിക്കൂർ ഫോൺ ചെയ്തെന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. അത് പറയുന്നില്ല, 6 മണിക്കൂർ എന്നേ പറയുന്നു. അതേ ചേട്ടൻ എന്തുകൊണ്ട് ജോലിക്ക് തിരികെ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിന് ഉത്തരമാണ് പുള്ളി പറയുന്നത്. ചുമ്മാ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ച് പറയുവാണ്. അത് ചുമ്മാ ഇപ്പോൾ ഇലക്ഷൻ സംബന്ധിച്ച് എന്തുകൊണ്ട് ആ ജനങ്ങൾ അതിനെതിരായിട്ട് നിൽക്കുമോ എന്നുള്ള പേടിയിലായിരിക്കും. ആ ഒരു ആളുടെ ഒരു സ്വഭാവം അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ സ്വന്തം ഇപ്പം നീതി ന്യായമൊന്നും ഇല്ലാത്ത കാലമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇദ്ദേഹമാണെങ്കിൽ ഭയങ്കര നീതിമാനായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇന്നലെ പുള്ളിയുടെ ഒരു ഇക്കിളിപ്പെടുത്തുന്ന ഒരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. പുള്ളിയുടെ പ്രിയ പത്നി കാണാൻ പാടില്ലാതെ എന്തോ കണ്ടു എന്ന്. അതിനെക്കുറിച്ച് ന്യൂസ് എന്തെങ്കിലും കണ്ടിരുന്നോ? ഇപ്പോഴത്തെ പത്നിയാണോ നേരത്തെയാണോ? അതാണ് എനിക്ക് അറിയേണ്ടത്. യാമിനി തങ്കച്ചനാണോ അതാ നേരത്തെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മന്ത്രിക്കെതിരെ ഭാര്യ പറഞ്ഞു എന്നുള്ളൂ, ഏത് ഭാര്യ എന്നില്ല. അപ്പോൾ ആദ്യത്തെ ഭാര്യ ആയിരിക്കാനാണ് സാധ്യത. അതെന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ കേസിൻ്റെ ബാക്കിൽ നിന്നാണ്. അദ്ദേഹത്തിനെ നിരന്തരം പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്തയിൽ കണ്ടായിരുന്നു. നിരന്തരം പീഡിപ്പിച്ചു, ഇങ്ങനെ മറ്റുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് അങ്ങനെ കഴുത്തി പിടിച്ച് ഞെക്കി എന്നൊക്കെ പറഞ്ഞ് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ പല വീഡിയോകളും കാണുന്നുണ്ട്. അതുകൊണ്ട് സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഇതിനൊന്നും പറയാനുള്ള അങ്ങനെ പെർഫെക്റ്റ് മനുഷ്യനൊന്നും അല്ല. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചാലും ശരി തന്നെ ആ പെണ്ണാണ് തെറ്റുകാരി എന്ന് പറയും. ഇവർ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇവൻ ഭയങ്കര മറ്റേ പെണ്ണുകൂടിയെന്ന് പറയും. ഇവർ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണ് മോശക്കാരിയാവും. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഇത് രണ്ടും ഒരു ഇരട്ടത്താപ്പല്ലേ കാണിക്കുന്നത് നമ്മുടെ സമൂഹത്തിനോട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ നേരത്തെ പാർട്ടി പാവങ്ങളുടെ പാർട്ടി തന്നെയാണ്. ഇപ്പോഴത്തെ പാർട്ടി അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും കമ്മ്യൂണിസം ഇല്ല, മുതലാളിത്തം ആണ്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. മുതലാളിത്തവും അതല്ലേ പഴയ ആര്യ എന്ന് പറയുന്ന വ്യക്തി ചെയ്തത്. അതായത് താഴ്ന്നവൻ്റെ അടുത്ത് പുച്ഛവും ഈ വലിയ വലിയ ആൾക്കാരുടെ അടുത്ത് ബഹുമാനവും വിനയവും ഉണ്ട്, സ്നേഹവും ഉണ്ട്. അപ്പോൾ താഴ്ന്നവനെ കാണുമ്പോൾ ഭയങ്കര പുച്ഛമാണ്. ഈ താഴ്ന്നവൻ്റെ ഓരോരുത്തരുടെ വിലപ്പെട്ട വോട്ടുകൾ വാങ്ങിച്ചാണ് ജയിച്ചതെന്നുള്ള ഓർമ്മ ആർക്കും ഇല്ല. പക്ഷേ നമ്മളെപ്പോലെയുള്ള ഓരോ ആൾക്കാർ വോട്ടിടുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് വോട്ടിടുക. മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ 5 വർഷം പോയി കിട്ടും. അതായത് മന്ത്രി എന്ത് ചെയ്താലും കൈയടിക്കാൻ ഇവിടെ പാർട്ടി പ്രവർത്തകരുണ്ട്.
സാധാരണപ്പെട്ട ചേട്ടനെ പോലുള്ള ആൾക്കാരാണ് പെട്ടുപോകുന്നതിനിടയിൽ. അല്ല, കൈയടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മന്ത്രിക്ക് പൈസ ഉണ്ട്, ആവശ്യത്തിലധികം. ഈ മറ്റേ സർക്കാരിൻ്റെ അല്ലാതെ തന്നെ മന്ത്രിക്ക് കുടുംബപരമായിട്ട് ഒരുപാട് സ്വത്തും കാര്യങ്ങളും ഉണ്ട്, ഗുണ്ടകളുണ്ട്. ശരണ്യ എന്ന് പറഞ്ഞ മോട്ടേഴ്സ്, ശരണ്യ മോട്ടേഴ്സ്, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അത് ആർക്കും അറിഞ്ഞൂടാന്നൊന്നുമില്ല, എല്ലാവർക്കും അറിയാമെന്നുള്ള കേസാണ്. KSRTC ഞാൻ ഓടിക്കൊണ്ടിരുന്ന 2.5 തൃശ്ശൂരിൻ്റെ ഫ്രണ്ടിൽ ഒരു അരമണിക്കൂർ നേരത്തെ എടുത്തോണ്ട് പോകും കൊട്ടാരക്കരയിൽ നിന്ന്. ഇദ്ദേഹത്തിന് പ്രൈവറ്റ് ബസ് ഉണ്ട്? ഇദ്ദേഹത്തിന് പ്രൈവറ്റ് ആണോ, ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാണോ, ബന്ധുവാണോ എന്ന് അറിഞ്ഞൂടാ. ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ആളാണെന്നാണ് ശരണ്യ എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഈ KSRTCയുടെ ഫ്രണ്ടിലും ബാക്കിലും KSRTC കുറുക്ക് വെച്ചൊക്കെയാണ് ഓടുന്നത്. അതിനൊന്നും കുഴപ്പമില്ല, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പം മേയറെ കുറുക്ക് വെച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് മേയർ എന്നെയാണ് കൊണ്ടുവന്ന് കുറുക്ക് വെച്ചത്. അത് സീബ്ര ക്രോസിൽ. ഞാനായിട്ട് ഒരു സീബ്ര ക്രോസിൽ ഏതെങ്കിലും ബസ്സിനെ തടയോ എല്ലാം ചെയ്തിരുന്നെങ്കിൽ ജയിലിടിച്ചാൽ പോലും ഇറങ്ങും. അപ്പോൾ ഇതൊക്കെ ന്യായീകരണങ്ങൾ പറയുമ്പോഴത്തേക്ക് ചെയ്ത തെറ്റുകളെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഏത് 1 മണിക്കൂർ സംസാരിച്ചാന്ന് പറഞ്ഞാലും പിന്നെയും നമുക്ക് സഹിക്കാം. 1 മണിക്കൂർ സംസാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അവ സംസാരിച്ചാണ്. ഈ 6 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ഒരു കൈയൊപ്പ് എവിടെയെങ്കിലും കാണും. അതും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ച് വിളിച്ചെന്നുള്ള പോലീസ് റിപ്പോർട്ട് കൊടുത്തേക്കാണ്. അത് എങ്ങനെയാണ് സാധിക്കുന്നത്? ഇപ്പോൾ പോലീസ് CDRൻ്റെ കോപ്പി എടുത്തു, ഓക്കെ, CDR കോപ്പിയിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉപയോഗിച്ചെന്നുണ്ടാവും. അല്ലെങ്കിൽ മെമ്മറി കാർഡ് മന്ത്രിയിൽ കാണും. അതായിരിക്കും എനിക്ക് ഈ മെമ്മറി കാർഡ് കാണാതായത്. വണ്ടി ഡിപ്പോയിലോട്ട് കൊണ്ടുപോയി സ്റ്റേഷനിൽ അന്ന് പിടിക്കുന്ന വണ്ടിയെ മാസ്റ്റർ എഴുതി വണ്ടി അവിടെ ഇടേണ്ട വണ്ടിയെ അന്നത്തെ ദിവസം വിട്ടുകൊടുത്തേക്കുന്നു. എന്നെ വിടാതെ വണ്ടിയെ അന്നത്തെ ദിവസം അതേ സെക്കൻഡിൽ ഒരു അരമണിക്കൂർ വരെ വണ്ടി ഹോൾഡ് ചെയ്തില്ല. വണ്ടി അന്ന് എന്നെ കൊണ്ടുപോയി. എന്തുകൊണ്ട്? മെമ്മറി കാർഡ് ഊരി മാറ്റിയത്. അപ്പം മന്ത്രിയുടെ കൂട്ടാളികളും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും, പാർട്ടിയിലുള്ള ആൾക്കാരായിരിക്കും അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. ചേട്ടാ എന്തായാലും ക്യാമറയുടെ മുഖത്ത് പോയി പറ, നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ല എന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് പുറത്ത് കാണിക്കാൻ പറ ചേട്ടാ. അതിപ്പോൾ നമ്മൾ പറഞ്ഞാലും നട്ടലിൻ്റെ വാഴപ്പിണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ആലിൻ്റെ മൂട്ടിൽ പുല്ലുകളൊക്കെ അതും തണലെന്ന് പറയുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. പിന്നെ അത് കാര്യമൊന്നുമില്ല, ഈ പീഡനവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. എന്നെ പീഡിപ്പിച്ച് അവരെ പീഡിപ്പിച്ച് അവൻ പീഡനവീരനാണ്, അവൻ മോശപ്പെട്ടവരാണ്. ഇപ്പം തെറ്റ് ചെയ്യാത്തവരായിട്ടുള്ളവർ കല്ലെറിയട്ടെ എന്നല്ലേ യേശുക്രിസ്തു പറയുന്നത്. അപ്പോൾ അങ്ങനെ തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കല്ലെറിയിട്ട് കുഴപ്പമില്ല. ഞാൻ ആവശ്യത്തിലൊക്കെ തെറ്റ് ചെയ്തില്ല, ഞാൻ പൂർണ്ണ നല്ലവനായ ഉണ്ണിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. മനുഷ്യത്വപരമായിട്ട് മനുഷ്യൻ്റെ കാര്യങ്ങളായിട്ടുള്ള തെറ്റുകൾ എനിക്ക് പറ്റാറുണ്ട്. ദേഷ്യം വരും, സ്നേഹമുണ്ട്, എല്ലായിടത്തും സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് മെക്കിട്ട് കയറാൻ വന്നാൽ ഞാൻ വിട്ടുകൊടുക്കില്ല. അതാരായാലും ശരി തന്നെ, അതിപ്പോൾ മന്ത്രിയായാലും. നമുക്ക് നമ്മുടേതായൊരു നിലപാടുണ്ട്, നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. അതെന്ന് വെച്ചാൽ എനിക്ക് കമ്മ്യൂണിസത്തിൽ നിന്ന് കിട്ടിയത് തന്നെ. SFIയിൽ ഉണ്ടായിരുന്ന ഞാൻ പക്ക കമ്മ്യൂണിസ്റ്റുകാരനെന്ന് ഇപ്പോൾ പറയാൻ എനിക്ക് ഒരു ഇതുമില്ല. ഞാനൊരു പാർട്ടിയിലും ഇല്ല, ഇപ്പോൾ നിലവിലൊന്നിലും ഇല്ല. ഇപ്പോൾ എന്നെ ജോലി എന്ന് രക്ഷപ്പെടുത്തുന്ന ആൾക്കാർ എൻ്റെ പാർട്ടി. കമ്മ്യൂണിസം ഇല്ല, കമ്മ്യൂണിസം എന്ന് പറയണത് ഇപ്പം ഇല്ല. നിലവിൽ അച്ചുമാമ മരിച്ചോടിയിട്ട് കമ്മ്യൂണിസം ഇല്ല. മന്ത്രിയുടെ ഇന്ന് കുറച്ച് മുന്നേ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഒരു മന്ത്രിയാണെന്ന് പോലും നോക്കാതെയാണ് ഒരു ദ്വയാർത്ഥം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് വീട്ടിൽ പോയി കയറുന്നതിന് മുന്നേ കളി അവസാനിപ്പിക്കാൻ പറ്റി എന്ന് പറഞ്ഞിട്ട്, അതായത് ഭയങ്കര മോശപ്പെട്ട വാക്കാണ് ഇദ്ദേഹം സമൂഹത്തിനോട് പകർന്നു നൽകുന്നത്. ഇത്തരം മന്ത്രിമാർ ഇങ്ങനെ പെരുമാറുന്നതിനോട് ചേട്ടൻ എന്താ പറയാനുള്ളത്? അതിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. അവരെ കുടുംബത്തിൽ നിന്ന് പഠിച്ചു വന്ന കാര്യങ്ങളും അല്ലെങ്കിൽ കൂട്ടുകെട്ടുകളായിരിക്കും. എന്തായാലും ഞാൻ ഇത്രയും ഡിഗ്രി പഠിച്ചിട്ടും ഞാൻ എൻ്റേതായിട്ടുള്ള ഡിഗ്നിറ്റിയിലും ഇത്രയും കാലമായിട്ട് ഒരു ഡ്രൈവറായിരുന്നാൽ പോലും പഴയ മേയർ ആര്യ പറഞ്ഞത് ഡ്രൈവർ എന്നുള്ള പുച്ഛത്തോടെയാണ് പറഞ്ഞത്. ഡ്രൈവർമാർ പോലും ഇങ്ങനെ സംസാരിക്കില്ല ഈ രീതിയിൽ. അപ്പം ഓരോരുത്തരുടെ രീതികളും ജീവിത ശൈലികളും വെച്ച് ഓരോരുത്തർ സംസാരിക്കണം. അത് ആ രീതിക്ക് നമ്മൾ എടുത്താൽ മതി, അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇവരിൽ നിന്നൊക്കെ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, അതാണ് കാര്യം. ഇതൊക്കെ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ പാവപ്പെട്ട ആൾക്കാരെ മെക്കിട്ട് കയറുക, എന്നിട്ട് ഇവർ നല്ല ആൾക്കാരാവുക. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചാലും ശരി തന്നെ ആ പെണ്ണാണ് തെറ്റുകാരി എന്ന് പറയും. ഇവർ പീഡിപ്പിച്ച് കഴിഞ്ഞാൽ, നമ്മൾ പീഡിപ്പിച്ച് കഴിഞ്ഞാൽ അയ്യോ യവൻ ഭയങ്കര മറ്റേ പെണ്ണുകൂടിയെന്ന് പറയും. ഇവർ പീഡിപ്പിച്ച് കഴിഞ്ഞാൽ ആ പെണ്ണ് മോശക്കാരിയാവും. അതായത് നമ്മുടെ മന്ത്രി പറഞ്ഞതാണ് നേരത്തെ വീട്ടിൽ കയറി ചെന്നതുകൊണ്ട് കളി പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്ന്. എന്താ അല്ലേ നമ്മുടെ ഗണേശ മന്ത്രി പറഞ്ഞതാ.